ലണ്ടനിലെ മാഡം തുസാദ് മ്യൂസിയത്തിൽ സന്ദർശകർക്ക് കാണാനായി സെലിബ്രിറ്റികളുടെ മെഴുകു പ്രതിമകൾ മാത്രമല്ല ഉള്ളത്. അവിടെ ചേംബർ ഓഫ് ഹൊറേഴ്സ് എന്നൊരു മുറിയുണ്ട്. ലോകത്ത് നടന്ന ഞെട്ടിക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഭയപ്പെടുത്തുന്ന ആ മുറിക്കുള്ളിലുള്ളത്. അവിടെ ഒരു കാലത്ത് ലണ്ടൻ നഗരത്തെ ആകെ ഭയത്തിന്റെയും ഭീതിയുടെയും മുൾമുനയിൽ നിർത്തിയ ഒരു മനുഷ്യനെ കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെ മാത്രം തെരഞ്ഞുപിടിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്ത രീതിയിൽ പൈശാചികമായി കൊന്ന മനുഷ്യൻ, അതെ, ജാക്ക് ദ റിപ്പർ. ജാക്ക് ദ റിപ്പർ എന്ന അജ്ഞാതനായ പിശാച് ലണ്ടൻ അടക്കിവാണ നരകകാലം കഴിഞ്ഞിട്ട് 144 വർഷങ്ങൾ പിന്നിട്ടു. പക്ഷേ കാലത്തിന്റെ കണ്ണുവെട്ടിച്ച് ഒരു കുറ്റവാളിക്കും രക്ഷപ്പെടാനാകില്ല എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ്. അതെ, ജാക്ക് ദ റിപ്പർ ആരാണെന്ന സത്യം ലോകം അറിഞ്ഞു കഴിഞ്ഞു. ജാക്ക് ദ റിപ്പർ ആരാണെന്നതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അയാൾ ചെയ്തു കൂട്ടിയ മഹാപാതകങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള പല തിയറികളെക്കുറിച്ചും പറഞ്ഞു പോകാം. ലണ്ടൻ നഗരത്തെ നരകമാക്കി മാറ്റിയ സീരിയൽ കില്ലർക്ക് മാധ്യമങ്ങൾ നൽകിയ പേരാണ് ജാക്ക് ദ റിപ്പർ. ലെതർ ഏപ്രൺ, ദ വൈറ്റ് ചാപ്പൽ മർഡറർ എന്നൊക്കെ അയാൾക്ക് വിളിപ്പേരുണ്ട്. ആരായാലും അയാൾ തുറന്നുവിട്ട ജീർണിക്കുന്ന കുറച്ചധികം യാഥാർത്ഥ്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ഇങ്ങനെ ക്രൂരമായി കൊല ചെയ്യാനാകുമോ? അപരനോടുള്ള അകാരണമായ വെറുപ്പിന് പിന്നിലെ സൈക്കോളജി എന്താകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് പുറമെയായിരുന്നു 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ലണ്ടൻ ഈസ്റ്റ് എൻഡിലെ സാമൂഹിക സാഹചര്യം. റിപ്പറിന്റെ കൊലകൾക്കും ഈസ്റ്റ് എൻഡിലെ ജീവിത നിലവാരത്തിനും വലിയ ബന്ധമുണ്ട്. റസൽ എഡ്വേർഡ് എന്ന എഴുത്തുകാരന്റെ നെയിമിംഗ് ജാക്ക് ദ റിപ്പർ ദി ഡെഫിനിറ്റീവ് റിവീൽ എന്ന പുസ്തകത്തിൽ റിപ്പറിന്റെ കൊലപാതകങ്ങളെക്കുറിച്ചും അക്കാലത്ത് ഈസ്റ്റ് എൻഡിലെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായി പറയുന്നുണ്ട്. റിപ്പറിന്റെ കൊലപാതകങ്ങളെക്കുറിച്ച് നടത്തിയ അന്വേഷണങ്ങളും കണ്ടെത്തലുകളുമാണ് പുസ്തകത്തിലുള്ളത്. അതിൽ നേരത്തെ പറഞ്ഞ ലണ്ടന്റെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. ജനങ്ങൾ തിങ്ങിനിറഞ്ഞ് താമസിക്കുന്ന മദ്യശാലകളും കശാപ്പുശാലകളും കൊള്ളയും കൊള്ളിവെപ്പും വ്യാപകമായി നടക്കുന്ന മലീമസമായ ഇരുണ്ട നഗരം, അതായിരുന്നു 1800കളിലെ ഈസ്റ്റ് എൻഡ്. വ്യാവസായിക വിപ്ലവ കാലത്ത് നിരവധി ബ്രൂവറികളും കശാപ്പുശാലകളും പഞ്ചസാര ശുദ്ധീകരണശാലകളും ഇവിടെ പ്രവർത്തിച്ചിരുന്നതിനാൽ അനേകായിരം കുടിയേറ്റ തൊഴിലാളികളും ഇവിടെ എത്തി. 1881 കിഴക്കൻ യൂറോപ്പിൽ ആകമാനമുണ്ടായ ജൂതവിരുദ്ധ ആക്രമണങ്ങളെ തുടർന്ന് റഷ്യയിലെയും ജർമ്മനിയിലെയും ജൂതന്മാരും ഈസ്റ്റ് എൻഡിൽ അഭയം തേടി. അങ്ങനെ അതിദരിദ്രരായ പല ജാതി മനുഷ്യർ തിങ്ങിപ്പാർത്തിരുന്ന, ജനനനിരക്കും മരണനിരക്കും ഏറ്റവും കൂടുതലുള്ള, വിവാഹനിരക്ക് ഏറ്റവും കുറവുള്ള നഗരമായിരുന്നു ഈസ്റ്റ് എൻഡ്. ഒപ്പം ടൈഫോയിഡ്, കോളറ, ലൈംഗിക രോഗങ്ങൾ തുടങ്ങി എണ്ണമറ്റ രോഗങ്ങളും. നേരമിരുട്ടിയാൽ വൈറ്റ് ചാപ്പലിലെ തെരുവുകളിൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥ. ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യർ. പുരുഷന്മാർ കിട്ടുന്ന എല്ലാ ജോലിയും ചെയ്യും. സ്ത്രീകളാകട്ടെ ഒരു ദിവസത്തെ ജീവിതവൃത്തിക്കായി പൂക്കൾ മുതൽ സ്വന്തം ശരീരം വരെ വിൽക്കുന്നു. അരാജകത്വം മാത്രം വാണിരുന്ന ഇരുണ്ട നഗരം എന്ന് വിശേഷിപ്പിക്കാം. ഇങ്ങനെയായിരുന്ന ഈസ്റ്റ് എൻഡിലാണ് ജാക്ക് ദ റിപ്പർ പിറവിയെടുത്തത്. റിപ്പർ കൊലപ്പെടുത്തിയ 5 സ്ത്രീകൾ: മേരി ആൻ നിക്കോൾസ്, ആനി ചാപ്മാൻ, എലിസബത്ത് സ്ട്രീറ്റ്, കാതറിൻ എഡോസ്, മേരി ജെയിൻ കെല്ലി. കാനോനിക്കൽ 5 എന്നറിയപ്പെടുന്ന ഈ 5 സ്ത്രീകളുടെ ജീവിതത്തിനും കൊലപാതകങ്ങൾക്കും സാദൃശ്യങ്ങൾ ഏറെയായിരുന്നു. റിപ്പറിന്റെ ഇരകളായ സ്ത്രീകളെല്ലാവരും ഭർത്താക്കന്മാരിൽ നിന്ന് വേർപെട്ട് കഴിയുന്നവരും ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരും മദ്യപാനത്തിന് അടിമകളുമായിരുന്നു. 1888 ഓഗസ്റ്റ് 31-നാണ് വൈറ്റ് ചാപ്പലിലെ ബക്സ്ട്രോയിലെ ഗേറ്റ്വേയിൽ വെട്ടിമുറിച്ച് വികലമാക്കപ്പെട്ട നിലയിൽ മേരി ആൻ നിക്കോൾസിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. തിരിച്ചറിയാനാകാത്ത വിധം കീറിമുറിച്ച മൃതദേഹം ആരുടേതെന്ന് കണ്ടെത്താൻ തന്നെ സമയമെടുത്തു. ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്ന മേരി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു. കിടക്കാനിടമില്ലാത്ത, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത, മദ്യത്തിന് അടിമയായ മേരി ഈസ്റ്റ് എൻഡിലെ സാമൂഹിക സാഹചര്യത്തിൽ സ്വാഭാവികമായും എത്തിപ്പെട്ടത് വേശ്യാവൃത്തിയിലായിരുന്നു. കൊല്ലപ്പെടുന്ന ദിവസം പുലർച്ചെ 2:30 മേരിയെ അവരുടെ സുഹൃത്ത് കണ്ടിരുന്നു. അന്ന് പുലർച്ചെ 3:45 മേരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മേരിയുടെ കൊലപാതകം നടന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ആനി ചാപ്മാൻ എന്ന സ്ത്രീ കൊല്ലപ്പെട്ടു. മേരിയുടേതിന് സമാനമായ ജീവിതമായിരുന്നു ആനിയുടേത്. കൊല്ലപ്പെട്ടതും സമാനമായ സാഹചര്യങ്ങളിൽ. മൃതദേഹങ്ങളിൽ കണ്ടെത്തിയ മുറിവുകളിലും സാദൃശ്യം. ആനിക്ക് പിന്നാലെ എലിസബത്ത് സ്ട്രീറ്റ്. എലിസബത്തിന്റെ കൊലപാതകത്തോടെയാണ് ജാക്ക് റിപ്പറിനെ കുറിച്ചുള്ള തെളിവുകൾ ലഭിക്കുന്നത്. കൊല്ലപ്പെട്ട ദിവസം രാത്രി ഒരു പുരുഷനൊപ്പം സൗഹൃദത്തിൽ സംസാരിച്ച് അടുത്തിടപഴകുന്ന എലിസബത്തിനെ കണ്ടവരുണ്ട്. പിറ്റേ ദിവസം പുലർച്ചെ എലിസബത്തിന്റെ മൃതദേഹം കണ്ടെത്തി.
ആരായിരുന്നു എലിസബത്തിനൊപ്പം കണ്ട പുരുഷൻ? കറുത്ത ജാക്കറ്റും പ്രത്യേക രീതിയിലുള്ള തൊപ്പിയും ധരിച്ച കറുത്ത നിറമുള്ള 5 അടിയിലധികം ഉയരവും കുറ്റിമീശയുമുള്ള ഒരാൾ. പക്ഷേ അയാൾ ആരാണെന്ന് ആർക്കും അറിയില്ല. എലിസബത്തിന്റെ കൊലപാതകിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നതിനിടയിൽ അയാൾ തന്റെ അടുത്ത ഇരയെയും കൊന്നുകഴിഞ്ഞിരുന്നു. ലൈംഗിക തൊഴിലാളിയായ കാതറിൻ എഡോപ്സ്. എലിസബത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു കാതറിൻ. കുടിച്ച് ബോധം കെട്ട് റോഡിൽ കിടന്ന കാതറിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി 8ാമത്തെ മിനിറ്റിൽ കാതറിൻ കൊല്ലപ്പെട്ടു. മൃതദേഹത്തിനരികിൽ നിന്ന് ഒരു ഷോൾ പോലീസ് കണ്ടെത്തിയിരുന്നു. മേരി കെല്ലി, ജാക്ക് ദ റിപ്പറിന്റെ 5ാമത്തെ ഇര. വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള ലൈംഗിക തൊഴിലാളി. വികൃതമാക്കപ്പെട്ട നിലയിലാണ് മേരി കെല്ലിയുടെ മൃതദേഹവും കണ്ടെത്തിയത്. മൃതദേഹം പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞത് കൊലയാളിക്ക് ശരീരഘടനയെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവ് പോലും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നായിരുന്നു. ഒരു കശാപ്പുകാരന്റെയോ ചത്ത മൃഗങ്ങളെ കൊത്തിയെടുക്കാൻ ശീലിച്ച ഒരാളുടെയോ അറിവ് പോലും അയാൾക്കുണ്ടാകില്ല എന്ന്. അത്രയ്ക്ക് നികൃഷ്ടമായിട്ടായിരുന്നു ആ മനുഷ്യ ശരീരത്തെ അയാൾ വെട്ടി നുറുക്കിയത്. ഇനി ആ പഴയ ചോദ്യത്തിലേക്ക് വരാം. ആരാണ് ജാക്ക് ദ റിപ്പർ? അയാളെ കണ്ടെത്തുന്നതിനായി കാതറിൻ എഡോപ്സിന്റെ മൃതദേഹത്തിനരികിൽ നിന്ന് കിട്ടിയ ഷോൾ 2007 ലേലത്തിൽ സ്വന്തമാക്കിയ എഡ്വേർഡ് റസൽ എന്ന എഴുത്തുകാരനെ കേൾക്കണം. 100 വർഷം മുമ്പ് നടന്ന സീരിയൽ കൊലയുടെ ചുരുളഴിക്കാൻ ഇറങ്ങിത്തിരിച്ച എഴുത്തുകാരൻ. വൈറ്റ്ചാപ്പലിലെ കൊലപാതകി ആരാണെന്നതിനെക്കുറിച്ച് പല തിയറികളും ഉണ്ടായിരുന്നു. അയാൾ ഒരു ജൂതനാണെന്നും രക്ഷപ്പെട്ട ഭ്രാന്തനാണെന്നും അതല്ല ഭ്രാന്തനായ മെഡിക്കൽ വിദ്യാർത്ഥിയാണെന്നും എന്തിന് രാജകുടുംബത്തിലെ അംഗമാണെന്ന് പോലും തിയറികൾ വന്നു. സംശയിക്കുന്നവരുടെ ലിസ്റ്റിൽ പല പേരുകളും ഉണ്ടായിരുന്നു. മറ്റൊരു തിയറി കൊലപാതകി എന്തുകൊണ്ട് സ്ത്രീ ആയിക്കൂടാ എന്നതായിരുന്നു. ജാക്ക് ദ റിപ്പർ അല്ല, ജിൽ ദ റിപ്പർ ആകും സീരിയൽ കില്ലർ എന്ന്. ഈ തിയറിയെ പിന്തുണക്കുന്നവർ അതിനെ സാധൂകരിക്കാൻ തെളിവുകളും നിരത്തി. നിയമവിരുദ്ധമായി അബോർഷൻ ചെയ്തു കൊടുക്കുന്ന ഒരു നഴ്സാകാം. അങ്ങനെ ഒരാളെ തേടി ഈസ്റ്റ് എൻഡിലെ നിരവധി സ്ത്രീകളും എത്തും. ഈ തിയറികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ആരോൺ മർഡോക്ക് കോസ്മൻസ്കി എന്നയാളുടെ പേര്. 2007 റസൽ ആ ഷാൾ സ്വന്തമാക്കിയതു മുതൽ കോസ്മൻസ്കിയുടെ പേര് റിപ്പറുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. 1865 മധ്യ പോളണ്ടിലെ കാലിഷ് പ്രവിശ്യയിലാണ് കോസ്മൻസ്കി ജനിച്ചത്. 10 വയസ്സുള്ളപ്പോൾ അയാൾക്ക് പിതാവിനെ നഷ്ടപ്പെട്ടു. പിന്നീട് അവരുടെ കുടുംബം ഇംഗ്ലണ്ടിലേക്ക് പലായനം ചെയ്തു. പുതിയ ഇംഗ്ലീഷ് പേരുകൾ സ്വീകരിച്ചു. 1888 ആയപ്പോഴേക്കും ജൂത കുടിയേറ്റക്കാരുടെ മാത്രമല്ല സെമിറ്റിക് വിരുദ്ധ വിദ്വേഷത്തിന്റെ കേന്ദ്രമായും ഈസ്റ്റ് എൻഡ് മാറിയിരുന്നു. തൊഴിലില്ലാത്ത ബ്രിട്ടീഷുകാരുടെ അവസരങ്ങൾ കുറഞ്ഞ വേതനം വാങ്ങി ജൂതന്മാർ തട്ടിയെടുക്കുന്നുവെന്നതായിരുന്നു പ്രധാന പ്രശ്നം. കുടിയേറ്റക്കാരോട് ശത്രുതാപരമായ മനോഭാവം വളർന്നു. കോസ്മൻസ്കി ഉൾപ്പെടെയുള്ള പല കുടിയേറ്റ കുടുംബങ്ങളുടെയും ജീവിതം ദുസ്സഹമായി. കടുത്ത സാമൂഹിക സാഹചര്യങ്ങൾ കോസ്മൻസ്കിയെ തികഞ്ഞ സാമൂഹിക വിരുദ്ധനും കുറ്റവാളിയുമാക്കി മാറ്റി എന്നതാണ് റസലിന്റെ തിയറി. വെറും തിയറി മാത്രമായിരുന്നില്ല അത്. അതിനെ സാധൂകരിക്കാൻ 100 വർഷങ്ങൾക്കിപ്പുറമുള്ള കോസ്മൻസ്കിയുടെ കുടുംബ പരമ്പരകളിലേക്ക് വരെ റസൽ എന്ന എഴുത്തുകാരൻ അന്വേഷിച്ചിറങ്ങി. ഈ അന്വേഷണത്തിനായി റസലിനൊപ്പം ഡോക്ടർ ജാരി ലുഹലേനും ഉണ്ടായിരുന്നു. അവർക്ക് ആകെ ഉണ്ടായിരുന്ന തുമ്പ് റസൽ ലേലത്തിൽ സ്വന്തമാക്കിയ ഷോളായിരുന്നു. ഷോളിൽ ഉണ്ടായിരുന്ന രക്തക്കറ 3 തലമുറയ്ക്കിപ്പുറമുള്ള കാതറിൻ എഡോസിന്റെ സന്തതി പരമ്പരയിലുള്ള കാരൻ മില്ലറുമായി മാച്ച് ചെയ്തു. ഷോൾ കാതറിൻ്റെതാണെന്ന് അതോടെ തെളിഞ്ഞു. ഇനി ആരോൺ കോസ്മൻസ്കിയുടെ പങ്ക് കണ്ടെത്തേണ്ട ദൗത്യമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. റിപ്പറിന്റെ DNA സാമ്പിളും ഷോളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. കോസ്മൻസ്കിയുടെ കുടുംബ പരമ്പരയിൽ ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്നവരുടെ DNAയുമായി ഇത് യോജിച്ചു നോക്കണമായിരുന്നു. അതിനാദ്യം അയാളുടെ കുടുംബ പരമ്പരയെ കണ്ടെത്തണം. ശ്രമകരമായ ആ കടമ്പയും റസലും ജാരിയും കടന്നു. ഒടുവിൽ അവർ ആരോൺ കോസ്മൻസ്കിയുടെ സഹോദരി മെറ്റിൽഡ ലുബ്നോവിസ്കിയുടെ പിൻഗാമിയെ കണ്ടെത്തി. അവർ പരിശോധനയ്ക്ക് വിധേയയാകാൻ സമ്മതിച്ചു. അമ്പരപ്പിക്കുന്നതും ആഹ്ലാദിപ്പിക്കുന്നതുമായിരുന്നു ആ പരിശോധനാ ഫലം. DNA സാമ്പിളിൽ 100% പോസിറ്റീവ്. 2013 DNA ഫലത്തിന്റെ ബലത്തിൽ ജാക്ക് ദ റിപ്പർ ആരോൺ കോസ്മൻസ്കി തന്നെയാണെന്ന് റസൽ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ 100-125 വർഷങ്ങൾക്ക് ശേഷം ജാക്ക് ദ റിപ്പർ ആരാണെന്ന സത്യം റസൽ എന്ന എഴുത്തുകാരൻ ലോകത്തിന് മുന്നിൽ കൊണ്ടുനിർത്തി. ആരോൺ കോസ്മിൻസ്കി എന്ന മനുഷ്യനാണോ 11ഓളം സ്ത്രീകളെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയ സീരിയൽ കില്ലർ? ഒരു ഷോളിന്റെ മാത്രം പിൻബലത്തിൽ എങ്ങനെ അത് പറയാനാകും? ഇനി കോസ്മിൻസ്കി തന്നെയാണെങ്കിൽ അയാൾക്ക് തനിച്ച് ഈ രീതിയിൽ കൊല ചെയ്യാൻ കഴിയുമോ? സഹായത്തിന് ആരെങ്കിലും ഉണ്ടാകില്ലേ? ചോദ്യങ്ങൾ ഇനിയും അനവധിയാണ്. കാത്തിരിക്കാം.
കാലത്തിന്റെ ഒഴുക്കിൽ ഇതിനെല്ലാമുള്ള ഉത്തരങ്ങൾ കിട്ടുമോ എന്ന്.